السلام عليكم ورحمة الله وبركاته. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك عليه. أما بعد فأوصيكم وعباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അപാരമായ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ടും വാഴ്ത്തിക്കൊണ്ടും ഈ മഹത്തായ സന്തോഷത്തില് ഈദുൽ അദ്ഹയിൽ നമ്മൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് അതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിനെ ധാരാളമായി വാഴ്ത്തിക്കൊണ്ട് തക്ബീർ ധ്വനികളാണ് നാം ഉരുവിട്ടുകൊണ്ടിരുന്നത്. ഇന്ന് മുതൽ 4 ദിവസം വരെയും ഈ തക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ ആദർശമാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് ഈ മാസത്തില് എത്തിച്ചേരുവാനും അതുപോലെ തന്നെ 2 വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാകുന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യപ്പെട്ട അറഫ വ്രതം അത് അനുഷ്ഠിക്കുവാനും ഇന്ന് ഏത് നമസ്കാരം നിർവഹിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ് അല്ലാഹു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് പരലോകത്തിൽ നമുക്ക് വിജയിക്കാനാകുക എന്നുള്ളതാണ്. അത് ഇവിടെ കൂടിയ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരലോകത്തെ ലക്ഷ്യമായിരിക്കണം. അവിടെ രക്ഷപ്പെടണം, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. അതിനാവശ്യമായത് ഇഖ്ലാസാണ്. ആവശ്യമായിട്ടുള്ളത് നിഷ്കപടമായ അതേ മനസ്സിന്റെ ഉടമയായി മാറുക. അതെ, നമ്മുടെ ഈദിന്റെ സുഖപുത്ര ഇഖ്ലാസാണ് സഹോദരങ്ങളെ. ഇഖ്ലാസ് ജീവിതത്തില് പാലിച്ച മഹാരഥന്മാരായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അതേ മാതാവായ ഹാജറയെയും ആ സമയത്ത് നമ്മൾ സ്മരിക്കുന്ന ഈ പ്രത്യേകമായ ഈദുൽ അദ്ഹയിൽ അവിടെ നമുക്കുണ്ടായിരിക്കേണ്ടത് ഇഖ്ലാസാണ് പരിശോധിക്കേണ്ടത്. കാരണം ഇന്നിന്റെ കാലത്ത് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, നാട്യങ്ങളാണ്, അഭിനയങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ബഹുഭൂരിപക്ഷവും അവിടെ നിന്ന് അകന്നു പോയിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഈ ഒരു സാഹചര്യത്തില് റബ്ബെ വിശ്വാസികളോട് സ്നേഹപൂർവ്വം പറഞ്ഞിട്ടുള്ളത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന. നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ആ റബ്ബിനെ മാത്രം ആരാധിക്കപ്പെടണമെന്നാണ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഇസ്ലാം കൃത്യമായ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ കടമ. ഇസ്ലാമിന്റെ ചരിത്രങ്ങളാണ് ഇബ്രാഹിം നബിയുടെയും അതേപോലെ ഇഖ്ലാസിന്റെ ചരിത്രങ്ങളാണ് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരു ഉമ്മത്തിനോട് സമൂഹത്തോട് മറ്റൊരു പ്രവാചകനെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിന് നബിയോടാണ്, സമൂഹത്തോട് ഇബ്രാഹിം നബിയോടാണ്, ആ മില്ലത്തിനോടാണ് പിൻപറ്റാൻ പറഞ്ഞത്. വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. നോക്കൂ, നിങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ
മില്ലത്തിലെ ബിംബത്തിലും എന്ന് പഠിപ്പിച്ചു. ഹനീഫൻ, വക്രതയില്ലാതെ വളവില്ലാതെ നേർക്ക് നേരെ. അതേ വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടത് ആ രണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി പഠിപ്പിക്കുന്നിടത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇഖ്ലാസാണ്. നോക്കൂ നിങ്ങൾ, വിശ്വാസികൾക്ക് നൽകപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒന്ന് പൂർണ്ണമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണയാണ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മത്തിന്റെ അമലുകൾ ഭൂരിഭാഗവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്തിനധികം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അന ദഅവത്തു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനാ ഫലമാണെന്ന് പഠിപ്പിച്ചു. അത് ഇത്രയേറെ അംഗീകാരവും സ്വാധീനവും ലോകത്തെ അദ്ദേഹത്തിന് ഉണ്ടാകാൻ കാരണം എന്താണ്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ പറഞ്ഞത് മാ കാന ഇബ്രാഹിമ യഹൂദിയൻ വലാ നസ്രാനിയ, യഹൂദിയ നസ്രാനിയോ ആയിരുന്നില്ല ആ പ്രവാചകൻ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. അതെ, ഇതാണ് കാരണം, ഒരു വളവുമില്ല. ഹനീഫൻ മുസ്ലിമൻ, ഋജുവായി ജീവിച്ച പച്ചയായ ഒരു മനുഷ്യൻ, നേർക്കുനേരെ അല്ലാഹുവിനോട് മാത്രം പ്രതീക്ഷയർപ്പിച്ച, അപേക്ഷിച്ച, സുജൂദ് ചെയ്ത പോരാ, ഒരു പരിപൂർണമായ മുസ്ലിമായിരുന്നു. അല്ലാഹുവിനെയും റസൂലിനെയും അത് പൂർണ്ണാർത്ഥത്തില് ഒട്ടും സംശയമില്ലാതെ അനുസരിക്കുന്നവന്റെ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത്. അല്ലാഹു ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ആ ഒരു വാചകം പറയുമ്പോ അള്ളാഹ്ക്ക് കീഴടങ്ങണമെന്ന് ഇബ്രാഹിം നബിയോട് പറയുമ്പോ അവിടെ ഒരിക്കലും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുന്നില്ല. മുസ്ലിമാകൾ എന്ന് പറഞ്ഞപ്പോ ഒരു സംശയം ഉണ്ടായില്ല. പറഞ്ഞതെന്താ? ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ ഇതാ കീഴടങ്ങിയിരിക്കുന്നു എന്നാണ്. അത് പ്രപഞ്ചത്തിലുള്ള ചരാചര എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴടങ്ങിയാണ് ജീവിക്കുന്നത്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകള് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. നമുക്ക് എങ്ങനെ ഒരു മുസ്ലിം ആകാൻ കഴിയുമോ? OBCയിൽ പേരുള്ളത് കൊണ്ടോ, മതം ചോദിക്കുന്നിടത്ത് ഇസ്ലാം മുസ്ലിം എന്ന് എഴുതി ചേർക്കുന്നത് കൊണ്ടോ, വല്ല ജുമായിലോ ജമാഅത്തിലോ പെരുന്നാളിലോ പങ്കെടുത്തത് കൊണ്ടോ, ശേലാകർമ്മം ചെയ്തത് കൊണ്ടോ അല്ല, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഇസ്ലാമിന്റെ പേരിൽ തെളിഞ്ഞു നടക്കുന്നവരാകാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, അതേ നാം ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ഒരു എന്താ പറയാ, ഒരു മറു ചോദ്യത്തിന് അവസരമില്ലാത്ത വിധം, ന്യായീകരിക്കാത്ത വിധം അതേ കാത്തു നിൽക്കാതെ പൂർണ്ണമായി ഏറ്റെടുത്തു ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന, എല്ലാ പരീക്ഷണങ്ങളെയും അതിശക്തമായി നേരിട്ടു പൂർത്തീകരിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ വിജനമായ പ്രദേശത്ത് മുലപ്പാലിന്റെ ഗന്ധം മാറാത്ത കൈകുഞ്ഞിനെയും അതേ തന്റെ ഭാര്യയെയും വിട്ടുപോകാനുള്ള കൽപ്പന ഉണ്ടായപ്പോ അതേ എന്തിന് എന്ന് ചോദിച്ചില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞപ്പോ ബീവി ഹാജർക്ക് തിരിച്ചു ഒരു അഭിപ്രായം ഉണ്ടായില്ല. എങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല, കൈവടിയില്ല എന്ന് മാത്രം ചിന്തിച്ച ഹാജറാബിയുടെ ചരിത്രമുണ്ട്. എന്റെ സഹോദരിമാർ ചിന്തിക്കണം, ഹാജരെ കുറിച്ച് ചിന്തിക്കണം, കൊച്ചുമക്കൾ ഓർക്കണം. ഒരു കുഞ്ഞിനെ കുറിച്ച്, ആറ്റിനോറ്റു കാത്തിരുന്ന കുഞ്ഞിനെ ഇളം പൈതലിന്റെ കഴുത്തില് കത്തിവെക്കാനുള്ള കൽപ്പന ഉണ്ടായപ്പോ അതേ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല എന്തിന് എന്ന്. അതേ ഹാജറ പറഞ്ഞില്ല എന്തിന് എന്ന്. ആ കുഞ്ഞു പോലും വരളി പിടിച്ച് ഓടിയില്ല. നോക്കൂ നിങ്ങൾ, അതേ നമ്രൂദിന്റെ അഗ്നി കൂടത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും സഹായഹസ്തവുമായി പറന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും മാറ്റി നിർത്തി എന്റെ കാര്യം അല്ലാഹു നോക്കുമെന്ന് തീരുമാനിച്ചു. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. നോക്കൂ, നമുക്ക് സാധിക്കുമോ അങ്ങനെ? അതെ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന കലാം ഇബ്രാഹിമ ഹീന ഉൽകിയ ഫിന്നാർ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ പോലും ആ പ്രവാചകന്റെ നാവിലൂടെ ചുണ്ടിലൂടെ കടന്നു വന്നത് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ എന്നാണ്. ആരാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആരാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആദ്യ ഈ കടമകളെല്ലാം പൂർത്തീകരിച്ച, ഈ പെരുമാറ്റങ്ങളെല്ലാം സ്വീകരിച്ച, റബ്ബിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ച ഒരു പ്രവാചകൻ.
പക്ഷേ നാം ജീവിക്കുന്നതോ ദുനിയാവിലെ പണത്തിനു വേണ്ടിയും സൗന്ദര്യത്തിനു വേണ്ടിയും പ്രതാപത്തിനു വേണ്ടിയും മാത്രമാണ്. അല്ല, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനു വേണ്ടി മരിക്കാൻ തയ്യാറായി. നമ്രൂദിന്റെ അഗ്നി കൂടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ പോലും പതർച്ചയുണ്ടായില്ല. നമ്മുടെ അവസ്ഥയോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. നമ്മൾ നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം മാറ്റിവെച്ചു. നമസ്കാരം മാറ്റിവെച്ചു, ജമാഅത്ത് മാറ്റിവെച്ചു, ജുമുഅ വൈകിപ്പിച്ചു, അതേപോലെ തന്നെ ഈദ്ഗാഹുകളും മറ്റും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഒരു പിന്തിരിപ്പൻ നയമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ ദീനിനെയും വലിച്ചെറിയാൻ ഒരു മടിയുമില്ലാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട്. എത്ര നിസ്സാരമാണല്ലേ, ആലോചിക്കണം. ഒരു കല്യാണം വന്നാല് പുതുമണവാളന് പുതുമണവാട്ടിയും രാവിലെ സുബഹി നമസ്കരിച്ചിട്ടുണ്ടാവില്ല, ഉച്ചക്ക് ദുഹറുണ്ടാവില്ല. കാരണം എന്താ? മേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇസ്ലാം ദീനൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇനി എപ്പോഴ നമസ്കാരം? ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാ തക്കാലങ്ങളും കഴിഞ്ഞ് ഒന്ന് റാഹത്താവട്ടെ, എന്നിട്ട് നമസ്കാരം തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളെയും മാറ്റിവെക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, തലമുറകൾ മുസ്ലിമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. അതെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മുസ്ലിം ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളെ വലിയ സമ്പന്നനായി കാണാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ദുനിയാവിൽ നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം ഉണ്ടാവാൻ, ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചു, സുഖമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. എങ്കിൽ നോക്കൂ നിങ്ങളെ സഹോദരങ്ങളെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ സംഭവിച്ചത്? നാം ഓരോരുത്തരും കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇവിടെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മുസ്ലിമായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞില്ല ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. വല്ലാത്തൊരു വാചകമാണത്. എന്താ പറഞ്ഞത്? എന്നെ വിസ്മരിച്ചാൽ അവൻ എന്റെ കൂട്ടത്തിൽ എന്നെ സ്മരിച്ചവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഫമൻ തബിഅനി, എന്നെ പിൻപറ്റിയവൻ, ഫഇന്നഹു മിന്നി, അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. വമൻ അസ്വാനി, ഇനി വെറുക്കുന്നവനാണെങ്കിലോ, കാരണം ഫഇന്നക ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കാരുണ്യ കടലുമാണ് എന്നാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് എന്താ പറയാതെ അദ്ദേഹം ചെയ്യാതെ അങ്ങനെ അദ്ദേഹം തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു. നമ്മുടെ ജീവിതമോ എല്ലാം വെള്ളത്തിലാണ്, എല്ലാം പാഴായി പോയിരിക്കുകയാണ്. കാരണം തിന്മയെ തിന്മ കൊണ്ടാണ് നമ്മൾ പ്രതിരോധിക്കാറുള്ളത്. എങ്കിൽ ഇവിടെയാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത്. അവസാനിക്കുന്ന നാം മനസ്സിലാക്കണം. നാം എന്തറിയണം? നമ്മെ സംബന്ധിച്ചിടത്തോളം തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. അതെ, നാട് വിടേണ്ടി വന്നപ്പോഴും സ്വന്തം മകനെ തന്റെ കൈകൊണ്ട് ബലിയർപ്പിക്കാൻ കൽപ്പിച്ചപ്പോഴും കുടുംബത്തെയും കൊച്ചുമകനെയും ജനശൂന്യമായ മക്കയിൽ മരുഭൂമി താമസിക്കേണ്ടി വന്നപ്പോഴും അള്ളാഹുവോട് ആവലാതി പറഞ്ഞില്ല. പരീക്ഷണങ്ങളുടെ മുമ്പിൽ ആവലാതി പറയുകയല്ല വേണ്ടത്, മറിച്ച് ആവലാതി പറയാൻ പാടില്ല. പരാതി പറഞ്ഞില്ല ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബ്രാഹിം വളരെ മോശമായ തിന്മയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഏർപ്പെട്ട ലൂത്തിനോട് ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അള്ളാഹുവിനോട് തർക്കിച്ചു. യുജാദിലൂന ഫീ ഖൗമി ലൂത്ത്, ലൂത്തിന്റെ വിഷയത്തിൽ തർക്കിച്ചു. നോക്കൂ നിങ്ങളെ, അള്ളാഹു പറഞ്ഞെന്താ? ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുനീബ്. അദ്ദേഹത്തിന്റെ വിശാല മനസ്കത കൊണ്ടാണ്, അള്ളാഹുലേക്ക് മടങ്ങാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്. പിറന്നാൾ ആഘോഷിച്ചാൽ പോരാ, യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയണം. അതാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഓരോ പ്രാർത്ഥനയിലും സ്കാരത്തിലും ഒക്കെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതും. കണ്ണടയുന്നതിന് മുമ്പേ നമ്മുടെ മക്കള് ആദർശം വിട്ട് വ്യതിചരിക്കില്ല എന്ന് ഉറക്കെ പറയാൻ ഈ ഈദ്ഗാഹിൽ നിൽക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും ബാധ്യതയുണ്ട്. അത് ഉറപ്പിക്കേണ്ടതാണ്. കാരണം എന്താ? മാ തഅബുദൂന മിൻ ബാദി, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മരണശൈലി വെച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി എന്താ? നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈൽ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. പ്രിയപ്പെട്ടവരെ, നാമും അതാണ് ചിന്തിക്കേണ്ടത്. ഇബ്രാഹിം ഈ പ്രവാചകന്മാരുടെ അഥവാ ഈ പറയപ്പെട്ട പ്രവാചകന്മാരുടെ റബ്ബിനെയാണ് ഞങ്ങൾ ആരാധിക്കുക എന്ന് മറുപടി കിട്ടിയെന്നത് വല്ലാത്തൊരു സന്തോഷമാണ് ആ സമയത്ത് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇസ്മായിൽ എന്ന കൊച്ചുമോനെ പിന്നീടുള്ള വലിയ പ്രവാചകനായ അദ്ദേഹത്തെ അതേ കൗമാരക്കാരൻ മാതൃകയാക്കേണ്ടതാണ്. വളർന്നു വരുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ ചിന്തിക്കേണ്ട വിഷയമാണ്. വൈറലാകാൻ കൊതിക്കുന്ന കൗമാരം, സഹസ്രാബ്ദങ്ങളോളം ചരിത്രത്തിലെ ഇതിഹാസമായി മാറിയ ഇസ്മായിൽ എന്ന ആ പ്രവാചകന്, ആ പൊന്നുമോനെ നമ്മൾ അറിയണം. അദ്ദേഹത്തോളം ഹീറോയാണോ? അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഹീറോ ഉണ്ടോ? റീൽസിലും അതേപോലെ സിനിമകളിലും സൈബർ പ്ലാറ്റ്ഫോമുകളിലും കാണുന്ന ആ ഒരു എന്താ പറയാ ഒരു ഹീറോയാണോ ഈ പറയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? അല്ല സഹോദരങ്ങളെ, ഒരു റിയാലിറ്റി ഹീറോയാകാൻ നമുക്ക് സാധിക്കണം. പിൻപറ്റാൻ നമ്മുടെ ദീൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. നമുക്ക് സാധിക്കേണ്ട സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങളോ മിനിറ്റുകളോ അതേപോലെ മിന്നിമറയുന്ന വൈറൽ താരമായിരുന്നില്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. തലമുറകൾക്ക് മാതൃകയായ ഒരു സിവിലൈസേഷൻ തന്നെ തുടക്കം കുറിച്ച് മുത്തുനബിയുടെ പിതാമഹനാകാൻ ഭാഗ്യം ലഭിച്ച ലോകം കണ്ട ഏറ്റവും നല്ല കൗമാരക്കാരനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മക്കളെ, നിങ്ങളുടെ ചുണ്ടുകളിൽ ഉണ്ടായിരിക്കേണ്ടത് ആ ഒരു നാമമായിരിക്കണം. ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾക്ക് വൈറലായി ഉണ്ടായിരിക്കേണ്ട ഇസ്മായിൽ എന്ന കൗമാരക്കാരനായിരിക്കണം. അതാണ് പെരുന്നാള്. ആ ഇസ്മായിലിന്റെ ചരിത്രത്തെ രക്ഷിതാക്കളെ പുതുതലമുറക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നാം മനസ്സിലാക്കണം, അനിവാര്യമായും പഠിപ്പിച്ചു കൊടുക്കണം. അതിനാണ് നാം ബലി അർപ്പിക്കുന്നത്. മാംസം തിന്നാനല്ല ബലി അർപ്പിക്കുന്നത്. നമ്മുടെ കൊച്ചുമക്കൾക്ക് അത് ഈ ഇസ്മായിൽ എന്ന ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കാത്ത ബലിയല്ല, അത് നമുക്ക് സാധിക്കുന്നതാണ്. അതെ, ഏറ്റെടുത്ത മുഴുവൻ കരാറുകളും സത്യസന്ധമായി നിർവഹിച്ച ഒരു പ്രവാചകനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏതെല്ലാം മേഖലയിൽ നിശ്ചയിച്ചാൽ പോലും സത്യസന്ധനായിരുന്നു. നമ്മുടെ അവസ്ഥയോ ആലോചിച്ച് നോക്കേണ്ടതാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഒരു പുതിയ ചരിത്രത്തിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഇബ്രാഹിമി കുടുംബം. അതിനുവേണ്ടി ഒരു കുടുംബത്തെ പടച്ചിറപ്പ് മെസപ്പൊട്ടോമിയയിൽ നിന്നും മക്കയിലേക്ക് പറിച്ചു നട്ടു. അത് മാപ്പെടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അതിന്റെ ദൂരം എത്രയാണ് എന്ന്. അതേ, ഉപ്പയും ഉമ്മയും ഒരു ചോര പൈതലും അടങ്ങുന്ന കുടുംബം. അത് എന്നിട്ട് ഉപ്പയോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറയുന്ന രംഗം തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോവുകയാണ് സഹോദരങ്ങളെ. പിന്നെ ഹാജറയും കുഞ്ഞും ഇസ്മായിൽ മാത്രമായി അവിടെ ജീവിതത്തിൽ അതൊരു പരീക്ഷണത്തിന്റെ കാലമായിരുന്നു. ആ പരീക്ഷണത്തിന്റെ വിജയമായിരുന്നു വിശുദ്ധമായ സംസം എന്ന് പറയുന്നത്. സംസം കുടിക്കുമ്പോൾ, അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഹാജർ എന്ന സഹോദരിയുടെ കഥയാണ്, കളറിയിപ്പിക്കുന്ന കഥയാണ്. ആ കഥ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ സംസം. ആ കുഞ്ഞിനെ പാഴാക്കിയില്ല. അത് ആ കുഞ്ഞല്ലേ മുഹമ്മദ് നബിയുടെ പിതാമഹനായി വരുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ആ പ്രവാചകനിലൂടെ ഉണ്ടായിരുന്ന സംസം ഇന്നും ഏറെ ശ്രേഷ്ഠമായി ഇന്നും നമ്മളെ ഹജ്ജിനും പോകുമ്പോൾ കൊണ്ടുവരുന്ന പവിത്രമായ വിശുദ്ധമായ അത് എല്ലാം കൊണ്ടും ആ പവിത്രമാക്കപ്പെട്ട ഹദീസുകളുടെ താളുകളിലൂടെ വിശദീകരിക്കപ്പെട്ട അതിന്റെ പവിത്രത ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആക്കണം നിങ്ങളെ. അതെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ന്യൂജൻ മക്കളെ ഓർക്കുക, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ നമ്മുടെ ഹീറോയാക്കി മാറ്റാൻ സാധിക്കണം. ഈ ഇന്ന് കൗമാരക്കാർക്ക് ഉപദേശം തീരെ ഇഷ്ടമില്ലാത്തവരാണ്. അതിന്റെ പിന്നെ പ്രയോഗങ്ങളൊക്കെ നമുക്കിന്ന് കാണാൻ സാധിക്കും. ഞാൻ എന്റെ കാര്യം നോക്കിക്കൊള്ളാം എന്നാണ് പറയുന്നത്.
മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല. ചെക്കന് പെണ്ണിനെ നോക്കുകയാണ്. ആരെ പോയി നോക്കുന്നത്? മാതാപിതാക്കളാണ് പോയി നോക്കുന്നത്. പോയി നോക്കി ഇഷ്ടപ്പെട്ടോ പിന്നെ ചെക്കൻ പോകുകയാണ്, അല്ലെങ്കിൽ ചെക്കൻ ആദ്യം പോകുന്നു. ചെക്കൻ ഇഷ്ടപ്പെട്ടാൽ മാതാപിതാക്കൾ പോകുന്നു. അങ്ങനെയെല്ലാം ക്ലിയർ ആക്കി നിശ്ചയിച്ചു. ഒക്കെയാണ് കല്യാണത്തിന്റെ അന്ന് പിതാവിനെ ധിക്കരിക്കുന്ന മക്കളെ നോക്കാൻ സാധിക്കുക. ഇവിടെ മ്യൂസിക് ഇട്ട പാട്ട് പാടില്ല, ഡാൻസ് പാടില്ല, അതേപോലെ തന്നെ ബേക്കൂത്തൽ പാടില്ല എന്ന് മാതാപിതാക്കൾ പറയുമ്പോ അതിനെതിരെ കൊഞ്ഞനം കുത്തുന്നവരായി നമ്മൾ മാറുന്നുവെങ്കിൽ എവിടെ നമുക്ക് ഇസ്മായിലാകാൻ സാധിക്കുന്നത്? എവിടെ നമുക്ക് ഇബ്രാഹിം എന്ന ആ 27 വയസ്സുകാരനായ ബാബിലോണിലൂടെ കടന്നു വന്ന ആ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആ യുവാവിന്റെ പാരമ്പര്യം എവിടെയാണ് നമുക്കുള്ളത്? അതുകൊണ്ട് വിശ്വാസികളെ, മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ഒരു കല്യാണത്തിനും ഒരു ഏർപ്പാടിനും നമ്മൾ ഒരുങ്ങി പോകരുത്. അത് അപകടമാണ്. കാരണം അതെന്താണ്? മൈ ബോഡി മൈ ചോയ്സ് മൈ ബോഡി. അതിലേക്കല്ല നമ്മൾ എത്തേണ്ടത്. അതൊക്കെ ഇന്നൊക്കെ ഉണ്ടാക്കപ്പെട്ട സിയോണിസ്റ്റിന്റെ, അതേപോലെ തന്നെ എന്താ പറയാ, ഇവർ ലിബറലിസത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായ ചില പേരുകളാണ് മൈ ചോയ്സ് മൈ ബോഡി എന്ന് പറയുന്നത്. എനിക്കെന്റെ ചോയ്സ് ആണ്, ഞാൻ എന്റെ ഉത്തരവാദിത്വത്തിന് ാണ്. അതുവരെ മാതാപിതാക്കളുടെ ഇടപെടലാണ് ഉണ്ടായതെങ്കിൽ കല്യാണത്തിന്റെ അന്ന് എല്ലാ പേക്കൂത്തിനും കൂട്ടുനിൽക്കുന്നൊരവസ്ഥ, ധിക്കരിക്കുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്വർഗം ലഭിക്കും എന്നുള്ളത്, എന്ത് നിഷ്കൃതിന്റെ കാര്യമാണ് എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഇതാര് പഠിപ്പിച്ചതാണ്, എന്താണ് നമ്മുടെ അവസ്ഥ, എങ്ങനെ സുഖം ജീവിക്കാൻ കഴിയുമെന്ന് പുതിയ തലമുറ ചിന്തിക്കുകയാണ്. അതിന് വിഘാതം മാതാപിതാക്കളാണെങ്കിൽ അവർ അവഗണിക്കാൻ ഒരു മടിയുമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? വിദ്യാഭ്യാസം അങ്ങനെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. എന്റെ കുട്ടികളെ നാം മനസ്സിലാക്കണം, നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടത് ക്ഷമ എന്നതാണ്. അതേ മാതാപിതാക്കൾ പറയുമ്പോ ഒന്ന് ക്ഷമയോടുകൂടി അവധാനതയോടുകൂടി നാം അത് സ്വീകരിച്ചാൽ നമുക്ക് ഒട്ടും ഒരു പ്രയാസം സംഭവിക്കാനില്ല. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തില് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. കാരണം അവിടെ ക്ഷമ എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കാണിച്ചെന്ന മാതൃകയാണ്. ആ മാതൃക നമ്മൾ സ്വീകരിക്കണം. പിതാവിന്റെ ആ കൽപ്പനയെ, അള്ളാഹുവിന്റെ ആ സ്വപ്നത്തെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിറവേറ്റുമ്പോ മകൻ ക്ഷമിക്കുകയാണ്, നിന്ന് കൊടുക്കുകയാണ്. അതാണ് നാം സ്വീകരിക്കേണ്ട മാതൃക. മാതാപിതാക്കളെല്ലാം ഏർപ്പാട് ചെയ്ത് ആ കല്യാണത്തിന് അതെല്ലാം ധിക്കരിക്കുന്ന അവസ്ഥയിലേക്ക് അല്ല നമ്മൾ കടന്നു പോകേണ്ടത്. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ്, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല, എല്ലാം ഇസ്ലാമികമായി തന്നെയായിരിക്കും നിർവഹിക്കുക, ക്ഷമാലുക്കൾ നിങ്ങൾക്ക് എന്നെ കാണാം എന്ന മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതെ, വല്ലാത്തൊരു ഹീറോയാണ് ആ പ്രവാചകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പഠിക്കേണ്ടതാണ് ഖുർആന്. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു പ്രായത്തിലൂടെ വിശുദ്ധ ഖുർആനിൽ ആവർത്തി ഓതിക്കഴിയാൻ നമുക്ക് സാധിക്കണം. ആ ഒരു പ്രായത്തിലൂടെ അത് മാതാപിതാക്കൾ പരിശോധിക്കേണ്ട വിഷയം കൂടിയാണ്. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷ ലഭിക്കും. അതാണ് നമ്മുടെ ഖുർആൻ ക്ലാസുകളിലൂടെ നമുക്ക് നൽകാനുള്ളത്. അതാണ് ഈ സുദിനത്തിലെ വലിയ സന്ദേശം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതേ പ്രിയപ്പെട്ട സഹോദരിമാരെ, ബീബി ഹാജറെ നമുക്ക് മാതൃകയാകണം. മക്കളുടെ കാര്യത്തില് ബീബി ഹാജരാവി ശ്രദ്ധിച്ച പോലെ ശ്രദ്ധിക്കാനാകണം. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ഒന്ന് ദുആ ചെയ്യാനാകണം, പ്രാർത്ഥിക്കാനാകണം. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, മുസ്ലിമായി കിട്ടാൻ വേണ്ടി, ഏറ്റെടുത്ത ദൗത്യം കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി കടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഇബ്രാഹിമി കുടുംബത്തിന്റെ സ്മരണകൾ അലയടിക്കുന്ന ഈ പെരുന്നാൾ സുദിനം ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളോട് ഒരു സൂറത്ത് ബഖറയിലെ ഒരു ആയത്ത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. സ്പഷ്ടമായി ഒന്ന് പരിഭാഷ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഞാൻ നിങ്ങൾ എവിടെ എത്തിയെന്നതിന്റെ നേർചിത്രം ആ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളെ, പൂർണ്ണമായി ഇസ്ലാമീകരിക്കുക. നമ്മള് പൂർണ്ണമായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കഴിയുന്നത്ര പാലിക്കാൻ ശ്രമിക്കുക. പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റല്ലേ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അവൻ പ്രത്യക്ഷ ശത്രുവാണ് എന്ന്
നമ്മെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ആ ആയത്തിലൂടെ വിശദീകരണം എടുത്ത് പരിശോധിക്കാൻ നമുക്ക് ഒരു കാരണമായി തീരാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതായത് നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ വൈവാഹിക മേഖലയിൽ, കച്ചവടത്തിൽ, ഭക്ഷണത്തിൽ, പാനീയത്തിൽ, വേഷവിധാനങ്ങളിൽ, ആഘോഷങ്ങളിൽ, ചലനങ്ങളിൽ പിശാചിനെ പിന്തുടരാൻ പാടില്ല, പിന്തുടരാതിരിക്കാൻ ശ്രമിക്കുക. ആഘോഷ ദിവസം വിലക്കിയ ഒരു പ്രവർത്തനവും അനുവദനീയമാണെന്ന് വിചാരിക്കരുത്. സമൂഹത്തിൽ അറ്റുപോകുന്ന ഏറ്റവും വലിയ ശക്തമായ പ്രശ്നം കുടുംബ ബന്ധങ്ങളാണ്. ചേർക്കണം വിശ്വാസികളെ, മനുഷ്യബന്ധങ്ങളാണ് ചേർക്കേണ്ടത്. മനുഷ്യർക്കിടയിൽ വേർതിരിവ് സൃഷ്ടിക്കരുത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. സഹിഷ്ണുതയാണ്, അതെ, അതാണ് വേണ്ടത്. എല്ലാവരോടും ഗുണകാംക്ഷയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് ഇസ്ലാമിന്റെയും മുഖമുദ്ര എന്നത് നാം മനസ്സിലാക്കണം. ആഘോഷങ്ങള് സൗഹാർദ്ദങ്ങൾ വളർത്താനാകണം. ആഘോഷങ്ങള് സൗഹാർദ്ദങ്ങൾ വളർത്താനാകണം, സമാധാനം ഉണ്ടാക്കാനാകണം. അതിരുവിട്ട ആഘോഷത്തിന് ഇസ്ലാമിൽ പ്രസക്തിയില്ല. നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങളുണ്ട് വിശ്വാസികളെ, നാം മനസ്സിലാക്കണം. നമ്മുടെ ആഘോഷത്തിന്റെ തിമിർപ്പിന് മറന്നുപോകാൻ പാടില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഗസയിൽ അനുഭവിക്കുന്ന അവസ്ഥ നമുക്കറിയാം, പറയാതെ പോയിക്കൂടല്ലോ. അതെ, നമ്മൾ മനസ്സിലാക്കണം. ഇസ്മായിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗസയെ അവസ്ഥ എന്താണ്? ഒരുപാട് ഇസ്മായിലുകൾ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ പടഞ്ഞു മരിക്കുകയാണ്. ആലോചിക്കാൻ നമ്മളെ, അവിടെയുള്ള ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ, അതെ, അതിനുവേണ്ടി ഭക്ഷണം മുടക്കുന്ന ഭീകരന്മാർ, പിന്നെ മാതാപിതാക്കള് ബലിമൃഗത്തെയല്ല അള്ളാഹുവിന് സമർപ്പിക്കുന്നത്, മറിച്ച് സ്വന്തം ചോര കുഞ്ഞുങ്ങളെയാണ്, സ്വന്തം മക്കളെയാണ്, ഇസ്മായിലുകളെയാണ് അവർ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഗസയെ നാമാവശേഷമാക്കുമെന്നാണ് അതേ അവിടുത്തെ ഭരണാധികാരി ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലല്ല, മറിച്ച് ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആത്മാർത്ഥമായ പ്രാർത്ഥന, മനമൊരുകിയ പ്രാർത്ഥന ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി ഈ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. വിശ്വാസികളെ മറന്നുപോയി കൂടാ. ആഘോഷത്തിന്റെ ദിബർപ്പില് നാം മറക്കാൻ പാടില്ല. ലൂത്ത് നബിയുടെ സമൂഹത്തെ അടിമൂടി നശിപ്പിച്ച, നൂഹ് നബിയുടെ ജനതയെ പ്രളയത്തിൽ മുക്കിക്കൊന്ന, നമ്രൂദിന്റെ അഗ്നികൂടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തണുപ്പ് നൽകിയ ഫിറഔനെയും കുൽക്കരന്മാരെയും മുക്കിക്കൊന്ന, അതേപോലെ ഈസാ നബി പ്രവാചകനെ ആകാശത്തേക്ക് ഉയർത്തി രക്ഷപ്പെടുത്തിയ, കാൾവേഗം നശിപ്പിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ കിങ്കരന്മാരെ അബാബിൽ എന്ന പക്ഷികളെ കൊണ്ട് നശിപ്പിച്ച, ബദർ യുദ്ധത്തിന് നിരായുധരായി മുസ്ലിങ്ങൾ ശത്രുക്കളോട് ഏറ്റുമുട്ടുമ്പോൾ അവിടെ വിജയത്തിന് അവസരം ഒരുക്കി തന്ന, ഒരു തരത്തിലും താമസിക്കാൻ അനുവദിക്കാതെ ആട്ടി പുറത്താക്കപ്പെട്ട, അത് പിന്നീട് വിജയശീലാളിതനായി തിരിച്ചു വന്ന സ്വഹാബത്തിന്റെയും പ്രവാചകരെയും സഹായിച്ച സർവ്വലോക രക്ഷിതാവായ ആ റബ്ബ് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് യുദ്ധമില്ല, നമ്മൾ സമാധാനത്തിന്റെ ആളുകളാണ്. അതേ, എന്താണ്, സംഘബലത്തെക്കാൾ, ആയുധബലത്തെക്കാൾ വിശ്വാസത്തിന്റെ ബലമാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് വിശ്വാസികളെ, ആളുകളെ, ആ ഒരു വിഭാഗത്തെ, ഗസയെയും ഫലസ്തീനെയും നമ്മൾ മറന്നു പോകരുത്. ഫലസ്തീനു വേണ്ടി നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്നത് ആത്മാർത്ഥമായ ദുആയാണ്, പ്രാർത്ഥനയാണ്. കണ്ണു നിറഞ്ഞ് ഹൃദയംഗമായി പ്രാർത്ഥിക്കുക. എല്ലാവരും അവർക്ക് വേണ്ടി ഈ ഒരു സമയത്തിൽ പ്രാർത്ഥിച്ചാലോ, സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് വിശ്വാസികളെ. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം അത് മനസ്സിലാക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ, മദ്യത്തോടും ലഹരിയോടും അതേപോലെയുള്ള കഞ്ചാവിനോടും മയക്കുമരുന്നിനോടും നാം രാജിയാവണം. അത് നമ്മെ കാതു തിരുന്ന, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, നമ്മെ തന്നെ നശിപ്പിക്കുന്ന, നമ്മളെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന, കുടുംബത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന മാരകമായ വിഷമാണ് എന്ന് നാം തിരിച്ചറിയണം. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇസ്മായിലുകളായി തീരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ചുണ്ടിലൂടെ കടന്നു പോകേണ്ടത് അതായിരിക്കണം. ആ പ്രിയപ്പെട്ട പോലെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അതാണ് ഈ പെരുന്നാളിന്റെ ഒരു വലിയ സന്ദേശമായി അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നാം ഓരോരുത്തരും വിലയിരുത്തി പഠിക്കണം, മനസ്സിലാക്കണം. മക്കളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. അവരുമായി അത് ഏറ്റെടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം.
കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ പോലീസിന്റെ സെക്യൂരിറ്റിയുടെ പവറിൽ നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് അവരോടൊപ്പം ഇഴചേർന്ന് അവരോടൊപ്പം ഇഴകിച്ചേർന്ന് അവരുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ് പരിഹരിക്കാനും തൊഴാനും അതേപോലെ തന്നെ സ്വീകരിക്കാനും ഉപദേശിക്കാനും സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഈ തരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈദ് ദിനം എന്ന് പറയുന്നത് ആഘോഷമാണ്, ആഘോഷിക്കാനുള്ളതാണ്. ഈ ആഘോഷത്തിന്റെ തിമർപ്പില് നാം ഇസ്ലാമിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ പാടില്ല, അഥവാ ഇസ്ലാമിന്റെ അടയാളങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് നാം കൃത്യമായി ഉൾക്കൊള്ളുക. സഹോദരിമാരെ, നമ്മുടെ വേഷവിധാനങ്ങളെ നാം കൃത്യമായി ഉൾക്കൊള്ളുക, ഇസ്ലാമീകരിക്കാൻ ശ്രദ്ധിക്കുക. നാളെ പരലോകത്ത് ആ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഇത് കൃത്യമായി ഉണ്ടായിരിക്കണം. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വേഷവിധാനം കൃത്യമായി ഉണ്ടായിരിക്കണം. അത് ഉൾക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഭർത്താവിനെ ധിക്കരിക്കാത്ത, അത് ഇസ്ലാമിക ഇബാദത്ത് കൃത്യമായി നിർവഹിക്കുന്ന, തന്റെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായി നാം കൃത്യമായി മുന്നേറുക. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കും. നല്ല കുടുംബത്തെ പരിവർത്തിപ്പിക്കാൻ സാധിക്കും. നല്ല മക്കളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല ഒരു മാതാവും നല്ലൊരു പിതാവും നല്ലൊരു ഭാര്യ നല്ലൊരു ഭർത്താവുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാട് ഏറെ മലീമസമാണ്. നമ്മുടെ ചുറ്റുപാടിൽ വേറെ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രയാസം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോവുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ സമയം കഴിഞ്ഞാൽ നാം ഉദഹിയത്തിന്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതെ, നല്ല നിയ്യത്തോടുകൂടി, നല്ല ലക്ഷ്യത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി ആ കർമ്മത്തിൽ നമ്മൾ സാക്ഷികളാവുക. അതിനുവേണ്ടി നാം ഒരുങ്ങുക. നമ്മുടെ ബലി എന്ന് പറയുന്നത് ആ മാംസത്തിന്റെയും രക്തത്തിന്റെയും വിഷയമല്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും. തഖ്വയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് സമീപനം സ്വീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, അതേ കാലത്തിന്റെ പോക്ക് അത് എല്ലാ നിലക്കും പ്രയാസമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മാരകമായ രോഗങ്ങളും മഹാമാരിയുമൊക്കെ ആയിക്കൊണ്ടാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ശക്തമായി നാം അതിനെ പ്രതിരോധിക്കാൻ, പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാൻ അതേ ആധുനിക സംവിധാനങ്ങളും ആരോഗ്യ സേവകരുടെ നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായി പാലിച്ചു മുന്നേറാൻ നാം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ സുദിനത്തെ, ഈ ഒരു ആഘോഷത്തെ ആഘോഷമായി തന്നെ കാണുകയും അത് അനർത്ഥങ്ങളിൽ കൊണ്ടുപോകാതിരിക്കുകയും ശ്രദ്ധിക്കണമെന്നുകൂടി അവസാനമായി സൂചിപ്പിക്കുകയാണ്. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയ ഇരുത്തം, അതേപോലെ തന്നെ നാം ഇതുവരെ ചെയ്ത കർമ്മങ്ങളുടെ എല്ലാം അവന്റെ അടുക്കൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു അവന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ രോഗികളായി കഴിഞ്ഞവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹുവർക്ക് ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു സഹോദരൻ അവന്റെ രോഗത്തിന്റെ ടെസ്റ്റില് ചെറിയൊരു പോസിറ്റീവ് ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വിദഗ്ധമായ മറ്റൊരു പരിശോധനയ്ക്ക് വേണ്ടി ആ സഹോദരൻ കടന്നു പോവുകയാണ്. അത് ആ സഹോദരന് വേണ്ടി ആ രോഗം പൂർണ്ണമായും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥന ഉണ്ടാവണം. കാരണം ആ സഹോദരന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അഭാവത്തിലാണല്ലോ. പ്രാർത്ഥന പരിഹാരമാണല്ലോ, ആയുധമാണല്ലോ. നാം ഓരോരുത്തരും സ്വീകരിക്കുക. ആ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അത് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ആ സഹോദരൻ അല്ലാഹു പൂർണ്ണമായും അത് നെഗറ്റീവായി എല്ലാ നിലക്കും നല്ലൊരു റിസൾട്ട് ലഭിക്കുന്ന രൂപത്തിലായി തീരാൻ ആ സഹോദരൻ അല്ലാഹു അനുകൂലമായ സാഹചര്യം ഒരുക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നവരിൽ പല പ്രയാസമുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും അതേപോലെ തന്നെ ശിഫയും പ്രദാനം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലും എല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അതേ മരണപ്പെട്ടു നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു മഅഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെ നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുത് ദഅവാത്ത് വഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخوان المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم انصر إخواننا في فلسطين. اللهم أنجِ المستضعفين بالمؤمنين في غزة. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغارا. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا صلاتنا وصيامنا ودعاءنا وصدقاتنا وزكواتنا وتلاوتنا وجميع أعمالنا يا أرحم الراحمين، وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين، والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد.